നമസ്കാരം, സ്വാഗതം വാർത്തകളിലേക്ക്. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളാണ്. സംസ്ഥാന സുബ്രതോ കപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കപ്പിൽ മുത്തമിട്ട് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ. ഫൈനലിൽ പനമ്പള്ളി നഗർ ഗവൺമെന്റ് സ്കൂളിനെ പരാജയപ്പെടുത്തി മാനവേദന്റെ അണ്ടർ 17 ഗേൾസ് ടീം. UDF സർക്കാരിന്റെ വൈദ്യുതി നിയന്ത്രണങ്ങൾക്കെതിരെ CPM പ്രതിഷേധം. വണ്ടൂരിൽ പ്രതിഷേധം നടത്തിയത് മെഴുകുതിരി തെളിയിച്ച്. സമരം സംഘടിപ്പിച്ചത് CPM വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. പോസ്റ്റ് മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി നാട്ടുകാർ. ചടങ്ങ് സംഘടിപ്പിച്ചത് വടക്കുംപാടം പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന TM വാസുദേവന്. പോസ്റ്റ് മാസ്റ്റർ വിരമിക്കുന്നത് 40 വർഷത്തെ സേവനത്തിന് ശേഷം. പൂച്ചക്കുത്തിലുണ്ടായ അപകടം, പരിക്കേറ്റ മണ്ണുപാടം സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് കല്ലേമ്പാടം വേലായുധൻ എന്ന സുന്ദരൻ. വാർത്തകൾ നോക്കാം വിശദമായി. തൃശൂരിൽ നടന്ന സംസ്ഥാന സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയവുമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ. അണ്ടർ 17 ഗേൾസ് വിഭാഗം ഫൈനലിൽ എറണാകുളം പനമ്പള്ളി നഗർ ഗവൺമെന്റ് സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് മാനവേദൻ സ്കൂൾ ആദ്യമായി സംസ്ഥാന സുബ്രതോ കപ്പിൽ മുത്തമിട്ടത്. ക്യാപ്റ്റൻ മാളവിക വിജയന്റെ നേതൃത്വത്തിൽ കളത്തിലിറങ്ങിയ ടീം ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 4 ഗോളുകൾ വീതം നേടി സമനില പാലിച്ചു. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മാനവേദന്റെ വിജയം. ഷൂട്ടൌട്ടിൽ എതിരാളികളുടെ 3 പെനാൽറ്റി കിക്കുകൾ തടുത്തിട്ട മാനവേദന്റെ മിൻഹ ഫാത്തിമയുടെ മിന്നുന്ന പ്രകടനമാണ് വിജയത്തിൽ നിർണായകമായത്. ഈ മികച്ച പ്രകടനത്തോടെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായും മിൻഹ ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന എയർ മാർഷൽ സുബ്രതോ മുഖർജിയുടെ സ്മരണാർത്ഥം 1960 ആരംഭിച്ച സുബ്രതോ കപ്പ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റാണ്. ക്ലബ്ബുകൾക്കും സംസ്ഥാനങ്ങൾക്കും പകരം ഇന്ത്യയിലെ സ്കൂളുകൾ നേരിട്ട് മത്സരിക്കുന്നു എന്നതാണ് ഈ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ ഫുട്ബോളിന് നിരവധി പ്രഗത്ഭ താരങ്ങളെ സംഭാവന ചെയ്ത ഈ ചരിത്ര ടൂർണമെന്റിൽ സംസ്ഥാന ചാമ്പ്യന്മാരാകാൻ കഴിഞ്ഞത് മാനവേദൻ സ്കൂളിന്റെ കായിക ചരിത്രത്തിലെ സുവർണ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. കായികാധ്യാപകനായ ഷാഹിദ്, പരിശീലകരായ NP അബ്ദുൽ സലാം, കമാലുദ്ദീൻ മോയിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നൽകിയ ചിട്ടയായ പരിശീലനവും വിദ്യാർത്ഥികളുടെ കഠിന പ്രയത്നവുമാണ് ഈ ചരിത്ര നേട്ടത്തിലേക്ക് ടീമിനെ നയിച്ചത്. ചരിത്ര വിജയം കരസ്ഥമാക്കിയ ടീം അംഗങ്ങളെ നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് വീഡിയോ കോളിലൂടെ വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ MM അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, SMC ചെയർമാൻ കോയ കടവത്ത് എന്നിവരും അഭിനന്ദനം അറിയിച്ചു. UDF സർക്കാരിന്റെ വൈദ്യുതി നിയന്ത്രണങ്ങൾക്കും പവർ കട്ടിനുമെതിരെ വണ്ടൂരിൽ CPM പ്രതിഷേധം. CPM വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 2 മാസക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF കേരളത്തിന്റെ സമസ്ത മേഖലയെയും ഇരുട്ടിലാക്കിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് പവർ കട്ട് എന്ന് പറയുന്ന പ്രശ്നം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഈ വൈദ്യുത മേഖലക്കകത്ത് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വൈദ്യുതി മേഖലയെ സംരക്ഷിക്കുക, കേരളത്തിലെ വൈദ്യുതി എല്ലാ ജനങ്ങൾക്കും കൃത്യമായി ലഭിക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുക എന്ന മുദ്രാവാക്യങ്ങളാകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഇന്ന് CPIMന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി വീടുകളിലും ലോക്കൽ കേന്ദ്രങ്ങളിലും മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുവാൻ CPM ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായാണ് വണ്ടൂരിലും സമരം നടന്നത്. CPM വണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P അരുൺ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണകാലത്ത് കേരളത്തിൽ ഉണ്ടാകാതിരുന്ന പവർ കട്ടും വൈദ്യുതി തടസ്സങ്ങളുമാണ് UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണം കഴിഞ്ഞ 2 മാസമായി അനുഭവപ്പെടുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. BJP നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ മുഴുകിയ UDF സർക്കാർ സാധാരണക്കാരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും
കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി ഉമ്മർകുട്ടി, ടി പ്രവീൺ, പി രജീഷ്, കെ എം അജയ്, വി സുഫിയാൻ, എ പി ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീട് പ്രവൃത്തി നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് ഇന്നത്തെ അവസ്ഥ. കേട്ടുകേൾവിയില്ലാത്ത തന്ത്രങ്ങളുമായാണ് മോഷ്ടാക്കൾ വിലസുന്നത്. പ്രവൃത്തി നടത്തുന്ന വീടുകളിലെ ഇലക്ട്രിക് വയറുകളാണ് മോഷണം പോയത്. പോരൂർ കാരപ്പുറം ആട്ടീരി അബ്ദുള്ളക്കോയ തങ്ങളുടെ പ്രവൃത്തി നടക്കുന്ന വീട്ടിലാണ് സംഭവം. വയറിംഗ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ രാത്രി എത്തിയ സംഘമാണ് വയറുകൾ മുറിച്ചെടുത്ത് കൊണ്ടുപോയത്. ഇത്തരം ഇലക്ട്രിക് വയറുകൾ പൈപ്പുകളിൽ നിന്നും വലിച്ചെടുക്കുവാൻ എളുപ്പമാണ്. എന്നാൽ ഇവിടെ പ്രത്യേക കോട്ടിംഗ് പവറുള്ള വയറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് എടുക്കാൻ കഴിയാത്തതിനാൽ പുറത്തേക്കുള്ള ഭാഗം മുറിച്ചെടുത്ത നിലയിലാണ്. ഇത് കാരണം ഇനി വയറുകൾ മൊത്തം മാറ്റി സ്ഥാപിക്കണം. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും വീട് പ്രവൃത്തി നടത്തുന്നവരൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും അബ്ദുള്ളക്കോയ തങ്ങൾ പറഞ്ഞു. ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വയറിങ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം വയറിങ്ങിന്റെ വയറുവലി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് നിന്ന് പുലരാൻ കാലത്ത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ വയറുകൾ മുഴുവൻ കട്ട് ചെയ്ത് വലിച്ച് മോഷ്ടിച്ച് കൊണ്ടുപോയ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏകദേശം 2.5 ലക്ഷം റുപ്യയുടെ വയറായിരുന്നു നമ്മൾ ഇതിനു വേണ്ടി വാങ്ങിയിരുന്നത്. അത് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് വലിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് ഇന്നലെ രാത്രി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു വീട് പണി ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ കുറേയൊക്കെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുമെങ്കിലും ഒരു ക്യാമറ വെച്ചുള്ള ഒരു പരിപാടി നമുക്ക് അതിന് ചെലവാക്കണ്ട എന്ന് വിചാരിച്ച് ക്യാമറയൊന്നും വെച്ചിരുന്നില്ല. എന്തായാലും ഇങ്ങനെ ഇത് നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട്. എന്തായാലും വീട് പണി ചെയ്യുന്നവർ ഇനി ആദ്യമായി ചെയ്യേണ്ടത് അവിടെ ഒരു CCTV ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഇനി മറ്റുള്ള ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നമ്മൾ ചെയ്യണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പ്രദേശത്തെ PP ഇൻഡസ്ട്രിയൽ ഉടമ ജയേഷിന്റെ വെൽഡിംഗിന് ഉപയോഗിക്കുന്ന വയറുകളും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ പറഞ്ഞ ദൃശ്യങ്ങൾ പ്രകാരം രാത്രി 1 മണിയോടെയാണ് സംഭവം. ഇത്തരം വയറുകൾ മോഷ്ടിച്ച് കത്തിച്ച് കോട്ടിംഗ് കളഞ്ഞ് അകത്തെ ചെമ്പ് കമ്പികളാണ് വിൽപ്പന നടത്തുന്നത്. ഇതാവും മോഷ്ടാക്കളുടെ ലക്ഷ്യം. വീട്ടുടമസ്ഥരുടെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പോസ്റ്റ് മാസ്റ്റർക്ക് സ്നേഹാദരങ്ങളുടെ യാത്രയയപ്പ് നൽകി നാട്ടുകാർ. വണ്ടൂർ വടക്കമ്പാടം പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന TM വാസുദേവനാണ് പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതിയും നാട്ടുകാരും യാത്രയയപ്പ് നൽകിയത്. ഏറനാട് താലൂക്കിന്റെ ഭാഗമായിരുന്ന കാലം മുതൽ വണ്ടൂരിലെ വടക്കുംപാടം പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന 40-ലേറെ വർഷക്കാലം പഴക്കമുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് വടക്കുംപാടം പോസ്റ്റ് ഓഫീസ്. കഴിഞ്ഞ 40 വർഷക്കാലമായി ഇവിടെ പോസ്റ്റ് മാസ്റ്ററായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു TM വാസുദേവൻ എന്ന നാട്ടുകാരുടെ വാസുവേട്ടൻ. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിറാജുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ സമൂഹത്തിൽ നമ്മളെ അറിയിച്ച ഒരു വ്യക്തി നമ്മുടെ ഈ ഒരു സേവനം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങുന്ന ഒരു വേദിയാണ്. പ്രിയപ്പെട്ട വാസുവേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചപ്പോൾ 41 വർഷത്തോളം നമ്മുടെ നാടിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സേവനം നമുക്ക് വളരെ നമ്മുടെ മേഖലയിൽ എല്ലാ മേഖലയിലും നമുക്ക് ഉപകാരപ്പെട്ടു. നമ്മുടെ അഡ്രസ് വണ്ടൂർ പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ഷിബില പ്രദീപ് അധ്യക്ഷത വഹിച്ചു. എന്താ പറയാ, റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയണേ അവസാനിച്ചു. പക്ഷെ ഇതൊരു പുതിയ തുടക്കം മാത്രമാണ്. ബാക്കി എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോ ഇനി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. 2-ാം വാർഡ് മെമ്പർ ഹംസ, ശ്രീജിത്ത് മാസ്റ്റർ, വി മുരളീധരൻ, രാജീവ്, ഗണപതി, പോസ്റ്റ് ഓഫീസ് സ്റ്റാഫ് പ്രിയ എന്നിവർ സംസാരിച്ചു. കാരണം ഗോമാസ് വളരെ വിശദമായി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനെന്താ വെച്ചാൽ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ നടത്തും. ഞാനും സിബിലി ഉൾപ്പെടെയുള്ള മെമ്പർമാർ നടത്തും. സുതർഹ്യമായ സർവീസ് പൂർത്തിയാക്കി 24/7/2026 ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്.
അപ്പൊ ഒരേ കാര്യങ്ങൾ ഒരു മടുപ്പുമില്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഈ കാലത്തിന്റെ ഇതില് വടക്കുംപാടം പോസ്റ്റ് എന്ന് എഴുതിയിട്ട് നമ്മളത് കാരാട് പോസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് എന്നത് മാത്രമല്ല നമ്മുടെ ഒരു അഭിമാനം. സ്ഥലം വാങ്ങണം, കെട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ കെട്ടുന്ന കാര്യത്തിലേക്കൊക്കെ ഉള്ള ഒരു രീതി, അതിനുള്ള ഫണ്ടോ കാര്യങ്ങളോ വകയിരുത്താൻ പറ്റുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറും ഒക്കെ സംസാരിക്കുകയും ചെയ്തു. ഈ പോസ്റ്റ് ഓഫീസിന്റെ ഇന്നത്തെ ഒരവസ്ഥ എല്ലാവർക്കും അറിയാം. അത് കൂടാതെ ആ ഒരു സ്വഭാവം ആണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ നമ്മുടെ ജനകീയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടൊരു സെൻഡ് ഓഫ് കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. അതിന് വാസുവേട്ടന്റെ കുടുംബം നമ്മളോടൊപ്പം തന്നെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കും, നാളെ മുതൽക്കൊക്കെ ഉണ്ടാവും. വാസുവേട്ടൻ നടക്കാതിരിക്കരുത്, ദിവസവും രാവിലെയുള്ള നടത്തം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പോസ്റ്റ് ഓഫീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഗോപൻ മാസ്റ്റർ സ്വാഗതവും ദേവദാസ് നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജുദ്ദീൻ, വാർഡ് മെമ്പർ ഹംസ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. 66 വിരമിച്ചു കഴിഞ്ഞു. അത് വാണിയമ്പലം പോസ്റ്റ് ഓഫീസിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നിരുന്നത്. അതിനുശേഷം SP മാഡം ഇവിടെ പോസ്റ്റ് ഓഫീസിൽ വന്ന് അതിന്റെ തന്നു. വാണിയമ്പലത്തെ ജീവനക്കാര് വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നു. പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഇനി പോസ്റ്റ് ഓഫീസിന്റെ എല്ലാവിധ സേവനത്തിനും ഒപ്പമുണ്ടാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് സംവിധാനം ചെയ്ത ഇതിന്റെ ഭാരവാഹികളെ ഹൃദയപൂർവ്വം നമിക്കുന്നു. KNG റോഡിൽ പൂച്ചക്കുത്ത് വെച്ച് കാറിടിച്ച് പരിക്കേറ്റ മണ്ണുപാടം സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ കല്ലേമ്പാടം വേലായുധൻ എന്ന സുന്ദരനാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം 12:45 KNG റോഡിൽ പൂച്ചക്കുത്ത് ഭാഗത്താണ് അപകടം. ലോട്ടറി വിൽപ്പന നടത്തുന്ന വേലായുധൻ ഒരു യാത്രക്കാരന് ലോട്ടറി നൽകിയ ശേഷം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാറിടിക്കുകയായിരുന്നു. വലതുകാരന് സാരമായി പരിക്കേറ്റ വേലായുധനെ ആംബുലൻസ് സ്ഥലത്തെത്തിയ ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11:30 മരണം. ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. നേരത്തെ നിലമ്പൂരിൽ ചാനൽ ക്യാമറാമാനായും റിപ്പോർട്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. എടക്കര പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മണ്ണുപാടത്തെ വീട്ടിൽ എത്തിക്കുക. നിലമ്പൂർ ലീഗൽ മെട്രോളജിയിലെ വത്സലകുമാരിയാണ് ഭാര്യ. ചേളാരി കൃഷിഭവനിലെ നിള സുന്ദർ, വലിയോറ GLP സ്കൂൾ അധ്യാപിക ശിവപ്രിയ എന്നിവർ മക്കളാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക്. വീണ്ടും വാർത്തകളിലേക്ക്. നിലമ്പൂർ പ്രവാസി സംഘടന റിയാദിന്റെ നേതൃത്വത്തിൽ പ്രവാസികളുടെ മക്കളെ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചു. ചന്തകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രൻ മുഖ്യ അതിഥിയായി. UP ഷൗക്കത്ത്, ഹൈദരലി ചന്തകുന്ന്, ഹിദായത്ത് ചുള്ളിയിൽ, ഷാനവാസ് പട്ടിക്കാടൻ, സുൽഫിക്കർ ചെമ്പാല, അബ്ദുൾ റസാഖ് അറയ്ക്കൽ, ഉമ്മർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ കളത്തൻകടവ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് മെമ്മോറിയൽ ലൈബ്രറിയിൽ ബാലവേദി രൂപീകരിച്ചു. പരിഷത്ത് മേഖലാ ബാലവേദി കൺവീനർ K ലിനീഷ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. റഹ്മത്തുള്ള ചുള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. K അബൂബക്കർ, NP രാധാകൃഷ്ണൻ, ബാലചന്ദ്രൻ, ഷിഹാബ് എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി K അരുൺകുമാർ സ്വാഗതവും ലൈബ്രറിയൻ ഹസീന നന്ദിയും പറഞ്ഞു. കടവ് ബാലവേദി എന്നാണ് ബാലവേദിയുടെ പേര്. പ്രസിഡന്റായി ദാന മുജീബിനെയും സെക്രട്ടറിയായി MK സനയെയും തെരഞ്ഞെടുത്തു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 വർഷം ഇലക്ഷനിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ കലോത്സവം നടന്നാൽ നിലമ്പൂരിന്റെ പേര് വാനോളം ഉയരത്തിലെത്തിക്കുന്ന സ്കൂളിന്റെ പേരും ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ആര്യാടൻ ഷൗക്കത്ത് MLA, സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ മുദ്രകൾ അണിയിച്ചു. ചടങ്ങിൽ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PY പോളച്ചൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ പന്നക്കൽ, അക്കാദമി കൗൺസിൽ പ്രസിഡന്റ് ദേവദാസ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ജിബിൻ ദേവസ്യ സ്വാഗതവും സ്കൂൾ ലീഡർ ആരോൺ പ്രിൻസ് നന്ദിയും പറഞ്ഞു. +1 പരീക്ഷയിൽ 520-ൽ 519 മാർക്ക് വാങ്ങിയ EP ശ്രീലക്ഷി, അംല ജോജോ എന്നിവർക്ക് ക്യാഷ് അവാർഡ് കൈമാറി. അധ്യാപിക ലിൻഡ ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റ് വിദ്യാർത്ഥികൾ എന്നിവരെയും ആദരിച്ചു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ അയ്യപ്പ ഭജനമഠം പ്രവർത്തക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന രാമായണ പാരായണം നടത്തി. യജ്ഞത്തിന്റെ ഭാഗമായി ഹനുമൽ സമാഗമം, ശ്രീരാമ പട്ടാഭിഷേകം, ഘോഷയാത്ര എന്നിവയും നടത്തി. രാവിലെയും ഉച്ചയ്ക്കും അന്നദാനവും ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജകൾ നടന്നു. ഏകദിന വായനയ്ക്ക് ഹരിദാസ് മോളൂർ മഠം, തങ്കമണിയമ്മ, ജലജ, ഇന്ദിര, ലസിത, ഉഷ, വത്സല എന്നിവർ നേതൃത്വം നൽകി. ഇടവേള ഒരിക്കൽ കൂടി. തലക്കെട്ടുകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാന സുബ്രതോ കപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കപ്പിൽ മുത്തമിട്ട് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ. ഫൈനലിൽ പനമ്പള്ളി നഗർ ഗവൺമെന്റ് സ്കൂളിനെ പരാജയപ്പെടുത്തി മാനവേദന്റെ അണ്ടർ-17 ഗേൾസ് ടീം. UDF സർക്കാരിന്റെ വൈദ്യുതി നിയന്ത്രണങ്ങൾക്കെതിരെ CPM പ്രതിഷേധം. വണ്ടൂരിൽ പ്രതിഷേധം നടത്തിയത് മെഴുകുതിരി തെളിയിച്ച്. സമരം സംഘടിപ്പിച്ചത് CPM വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. പോസ്റ്റ് മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി നാട്ടുകാർ. ചടങ്ങ് സംഘടിപ്പിച്ചത് വടക്കുംപാടം പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന TM വാസുദേവനെ. പോസ്റ്റ് മാസ്റ്റർ വിരമിക്കുന്നത് 40 വർഷത്തെ സേവനത്തിന് ശേഷം. പൂച്ചക്കുത്തിലുണ്ടായ അപകടം, പരിക്കേറ്റ മണ്ണുപാടം സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് കല്ലേമ്പാടം വേലായുധൻ എന്ന സുന്ദരൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.